അറിവിൻ്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അമൃത വിജയ്. ജൈവവൈവിധ്യ പ്രശ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ അനുവദിച്ച അന്താരാഷ്ട്ര ദിനമാണ് ലോക ജൈവവൈവിധ്യ ദിനം. നിലവിൽ മെയ് 22-നാണ് ഇത് നടക്കുന്നത്. 2015 ശേഷമുള്ള UN വികസന അജണ്ടയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് ജൈവവൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം. ഭൂമി ശോഷണം, വരൾച്ച, വെള്ളവും ശുചിത്വവും, ആരോഗ്യവും സുസ്ഥിര വികസനവും, ഊർജം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, നവീകരണം, അറിവ് പങ്കിടൽ, നഗരപ്രതിരോധവും പൊരുത്തപ്പെടുത്തലും, സുസ്ഥിര ഗതാഗതം, കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത സാധ്യത കുറയ്ക്കലും, സമുദ്രങ്ങൾ, വനങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിലെ പരാമർശ വിഷയങ്ങളാണ്. നാം 21-ാം നൂറ്റാണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ജൈവവൈവിധ്യ നാശത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും നിലവിലുള്ള വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുന്നത് തുടരുന്നതിലൂടെയും പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെയും നമ്മുടെ ഗ്രഹത്തിൻ്റെ വൈവിധ്യമാർന്നതും മാറ്റാനാകാത്തതുമായ ജൈവസമ്പത്തുമായി മനുഷ്യർ യോജിച്ച് ജീവിക്കുന്ന ഒരു ഭാവി സൃഷ്ടിക്കുന്നതിന് ഈ ദിനത്തിന് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും. നാം നാഗരികതകൾ കെട്ടിപ്പടുക്കുന്ന തൂണുകളാണ് ജൈവവൈവിധ്യ വിഭവങ്ങൾ. ഏകദേശം 3 ബില്യൺ ആളുകൾക്ക് മത്സ്യമൃഗ പ്രോട്ടീൻ്റെ 20% നൽകുന്നു. മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ 80% നൽകുന്നത് സസ്യങ്ങളാണ്. വികസ്വര രാജ്യങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന 80% ആളുകളും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനായി പരമ്പരാഗത സസ്യാധിഷ്ഠിത മരുന്നുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ജൈവവൈവിധ്യത്തിന്റെ നഷ്ടം നമ്മുടെ ആരോഗ്യം ഉൾപ്പെടെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. ജൈവവൈവിധ്യ നഷ്ടം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ജൈവവൈവിധ്യം ഭാവി തലമുറകൾക്ക് വലിയ മൂല്യമുള്ള ആഗോള സ്വത്താണെന്ന തിരിച്ചറിവ് നാം മനസ്സിലാക്കണം. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.